സ്വകാര്യ ഗതാഗത മേഖല ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് ഇപ്പോൾ നേരിടുന്നത്. KSRTCയെ സഹായിക്കുന്നത് പോലെ തന്നെ ഈ മേഖലയെ സംരക്ഷിക്കുന്നതിന് സാമ്പത്തിക സഹായം ബഡ്ജറ്റിൻ്റെ ഭാഗമായി പ്രഖ്യാപിക്കേണ്ടതായി. അത് ഈ ബഡ്ജറ്റിലില്ല. മാത്രവുമല്ല, ആയിരക്കണക്കിന് തൊഴിലാളികളുടെ തൊഴിൽ നിഷേധത്തിനും ഇത് വഴിയൊരുക്കും. അതോടൊപ്പം തന്നെ ബാങ്കിൽ നിന്ന് ലോണെടുത്ത് വാഹനങ്ങൾ വാങ്ങിയവർക്ക് അത് റീപേയ്മെൻറ്റ് നടത്താൻ സാധിക്കാത്ത സാഹചര്യത്തിൽ റവന്യൂ റിക്കവറി വരും. അതിനെ തുടർന്ന് ആത്മഹത്യയിലേക്കടക്കം ചെന്നെത്തുന്ന സ്ഥിതിയുണ്ടാവും. അപ്പോൾ ദൂരവ്യാപകമായിട്ടുള്ള ഒരു പ്രത്യാഘാതമാണ് KSRTCയിൽ സ്ത്രീ സൗജന്യ യാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ട് രൂപപ്പെടുന്നത്. KSRTC തന്നെ നശിക്കാനാണ് പോകുന്നത്. അടുത്ത വർഷം ഈ ബഡ്ജറ്ററി സപ്പോർട്ട് പോലും ഗവൺമെൻറ്റിന് കൊടുക്കാൻ സാധിക്കില്ല. ഇപ്പം തന്നെ 1080 കോടി രൂപ വേണ്ടുന്ന സ്ഥാനത്ത് 600 കോടിയാണ് ബഡ്ജറ്റിലുള്ളത്. അപ്പോൾ സ്വാഭാവികമായും അടുത്ത വർഷമാകുമ്പോൾ ഇതിനേക്കാളും കൂടുതൽ ബഡ്ജറ്റിൽ നീക്കിവെക്കാനും ഗവൺമെൻറ്റിന് സാധിക്കില്ല. അപ്പോൾ പൊതുമേഖലയും തകരും, സ്വകാര്യ മേഖലയും തകരും. സ്വകാര്യ മേഖല എന്ന് ഞാൻ പറയുമ്പോൾ ചെറുകിട മേഖലയാണ്. വൻകിടക്കാർക്കിത് പ്രശ്നമാകില്ല. അപ്പോൾ അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തൊഴിൽ നഷ്ടപ്പെടുന്ന കുടുംബങ്ങളെയും തൊഴിലാളികളെയും സംഘടിപ്പിച്ചുകൊണ്ട് ശക്തമായിട്ടുള്ള ഒരു ചെറുത്തുനിൽപ്പ് നടത്തേണ്ടതായിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് CIT ഗൗരവമായി പരിശോധിക്കുന്നതായിരിക്കും.